വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നഗരം വിട്ടു പോകരുത് എന്ന് യേശു ഒരു പ്രോമിസ്, ഒരു വാഗ്ദത്തം റിലീസ് ചെയ്തില്ലേ? ആ വാഗ്ദത്തം കേട്ട രണ്ടുപേരാണ് ഇവർ. അങ്ങ് സെഹിയോൻ മാളികയിൽ 120 പേരുടെ മേളിലല്ലേ വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്? ഇവര് രണ്ടെണ്ണോ എമ്മോസിൽ ഇരുന്നാൽ രണ്ടെണ്ണം അവിടെ മിസ്സിംഗ്. കാരണം പരിശുദ്ധാത്മാവ് വരുന്നത് എമ്മോസിലല്ല, ജെറുസലേമിലാണ്. നിന്റെ മേളിലൊരു വാഗ്ദത്തം ഉണ്ട്. നീ എടുക്കാത്ത സ്റ്റെപ്പ് നിനക്ക് വേണ്ടി ദൈവം എടുക്കും. എന്തായിരുന്നു കർത്താവിന് ഇത്ര നിർബന്ധം ഇവരെ തിരിച്ച് യെരൂശലേമിൽ കൊണ്ടുപോകാൻ? ഇത്രയും നടന്നു വന്നവരെ തിരിച്ച് അന്ന് തന്നെ കൊണ്ടുപോകാൻ? നിങ്ങൾക്കൊരു സത്യം അറിയാവോ? വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നഗരം വിട്ടു പോകരുത്. സത്യത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വരും എന്ന് യേശു ഒരു പ്രോമിസ്, ഒരു വാഗ്ദത്തം റിലീസ് ചെയ്തില്ലേ? ആ പ്രോമിസ് കേട്ട, ആ വാഗ്ദത്തം കേട്ട രണ്ടുപേരാണ് ഇവർ. അങ്ങ് സെഹിയോൻ മാളികയിൽ 120 പേരുടെ മേളിലല്ലേ വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്? ഇവര് രണ്ടെണ്ണോ എമ്മോസിൽ ഇരുന്നാൽ രണ്ടെണ്ണം അവിടെ മിസ്സിംഗ്. കാരണം പരിശുദ്ധാത്മാവ് വരുന്നത് എമ്മോസിലല്ല, ജെറുസലേമിലാണ്. പരിശുദ്ധാത്മാവ് വരും, അത് നിങ്ങൾ സ്വീകരിക്കണം. നഗരം വിട്ടു പോകരുതെന്ന് വാഗ്ദത്തം കേട്ട രണ്ടെണ്ണം റൂട്ട് തെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വരുന്നത് ജെറുസലേമിലാണ്, എമ്മോസിലല്ല. വാഗ്ദത്തം കേട്ടവൻ വാഗ്ദത്തത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുമ്പോഴും വാഗ്ദത്തം ചെയ്തവൻ അവനെ വലിച്ച് അവിടെ കൊണ്ടിടുകയാണ്. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ മേലൊരു ദൈവിക വാഗ്ദത്തം ഉണ്ടെങ്കിൽ അത് നിന്നിൽ സംഭവിക്കാൻ എന്റെ കർത്താവ് ഏത് റൂട്ടും എടുക്കും. നിന്റെ പ്രോമിസിലേക്ക് അവൻ നിന്നെ കൊണ്ടുവരും. നിന്റെ വാഗ്ദത്തത്തിലേക്ക് അവൻ നിന്നെ കൊണ്ടുവരും. നീ എത്ര ദൂരെ പോയാലും, നീ എത്ര അകന്നു പോയാലും, നീ എത്ര വിദൂരത്തായെങ്കിലും കർത്താവ് തിരിച്ചു പിടിക്കും, കർത്താവ് തിരിച്ചു കൊണ്ടുവരും. നിങ്ങൾ നോർത്തെ, ജെറുസലേമിൽ സെഹിയോൻ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയത്ത് ഈ വാഗ്ദത്തം കേട്ട രണ്ടെണ്ണം എമ്മൗസിലെ വീട്ടിലിരുന്നാൽ അവരിൽ അത് വരുവോ? നിന്റെ മേളിലൊരു വാഗ്ദത്തം ഉണ്ട്. നീ എടുക്കാത്ത സ്റ്റെപ്പ് നിനക്ക് വേണ്ടി ദൈവം എടുക്കും. നീ എടുക്കാത്ത സ്റ്റെപ്പ് നിനക്ക് വേണ്ടി ദൈവം എടുക്കും.